ഹായ് ഫ്രണ്ട്സ്, നേര്, മുന്തിരിവള്ളികൾ തകർക്കുമ്പോൾ, ലൂസിഫർ, ഈ 3 സിനിമയാണ് നമ്മുടെ മഹാനടനായ ലാലേട്ടൻ്റെ കഴിഞ്ഞ 10 വർഷങ്ങളിൽ 2014 തൊട്ട് 2024 വരെ എടുക്കുമ്പോൾ 3 ഹിറ്റ് സിനിമ എന്ന് വെച്ചാൽ തിയേറ്ററിൽ നിന്നും കളക്ഷൻ നേടിയെന്ന് പറയുന്ന സിനിമ 3 എണ്ണമാണ്. ആകെ 3 എണ്ണം 10 വർഷങ്ങളിലാണ്. 2014 തൊട്ട് 2024 വരെയുള്ള ഈ വർഷങ്ങൾ വരെ എടുക്കുമ്പോൾ 3 മലയാളത്തിലാണ്. ഞാൻ അന്യഭാഷയിലുള്ള മറ്റേ ജില്ല അതൊക്കെ പൊട്ടിയ സിനിമയാണ്. പിന്നെ ഉള്ള 2 സിനിമ എന്ന് പറയുന്നത് മറ്റേ ജനതാ ഗ്യാരേജും പിന്നെ ഇപ്പോൾ ജയിലറും. അതൊന്നും നമ്മൾ നോക്കണ്ട, അതൊക്കെ തമിഴ് സിനിമയാണ്. തമിഴ്നാട്ടിൽ ചെറിയ ഗസ്റ്റ് റോൾ ചെയ്ത് ചെറിയ വേഷങ്ങൾ ചെയ്ത സിനിമയാണ്. അത് നമ്മൾ നോക്കുന്നില്ല. മലയാള സിനിമയിൽ ആകെ 10 വർഷം കൊണ്ട് 3 ഹിറ്റ് നൽകിയ സൂപ്പർ സ്റ്റാർ എന്ന മോഹൻലാൽ. അപ്പോൾ ഇപ്പോഴും മോഹൻലാൽ ഫാൻസ് മോഹൻലാലിനെ പൊക്കി വെച്ചുകൊണ്ടിരിക്കുന്ന പഴയ സിനിമകളുടെ കഥ പറഞ്ഞിട്ടാണ്. പണ്ട് സതയം ചെയ്തിട്ടുണ്ട്, മറ്റേത് ചെയ്തിട്ടുണ്ട്, മറിച്ച് താളവട്ടം ചെയ്തിട്ടുണ്ട്, ചിത്രം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതല്ലാതെ അവർക്ക് ഈ ഒരു 10 വർഷത്തിൽ മോഹൻലാൽ അഭിനയിച്ചു എന്ന് പറഞ്ഞ് തരാൻ പറ്റിയ ഒരു സിനിമ ഇല്ല. ഇപ്പം നമ്മൾ മമ്മൂട്ടി ഫാൻസുകാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നൻപകൽ നേരത്ത് മഴക്കം, കാതൽ, അതുപോലുള്ള കാമ്പുള്ള ചിത്രങ്ങൾ തന്ന മമ്മൂട്ടി. അത് നമുക്ക് ഏതൊക്കെ സിനിമ നമുക്ക് എടുത്താൽ ഒരു വർഷത്തിൽ ഒരു 2 വർഷത്തിൽ കൂടുമ്പോൾ ഒരു സിനിമയെങ്കിലും മമ്മൂട്ടി അങ്ങനെ ഒരു അഭിനയ പ്രാധാന്യമുള്ള സിനിമയും പിന്നെ തിയേറ്റർ ഹിറ്റ് നൽകുന്നുണ്ട്. പക്ഷേ മോഹൻലാലിന് അങ്ങനെ ഒരു സിനിമ ഇല്ല. എന്നിട്ട് മോഹൻലാൽ ഫാൻസ് അവകാശപ്പെടുന്നത് മറ്റേ തിയേറ്റർ പ്രോഫിറ്റ് നേടിക്കൊടുക്കുന്ന നടനാണ്, ലാഭം നേടിക്കൊടുക്കുന്ന നടനാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് ചിത്രത്തിൽ നോക്കുമ്പോഴത്തേക്ക് ആകെ 3 ചിത്രങ്ങളാണ് 2014 തൊട്ട് 2024 വരെയും ഹിറ്റായ ഏക 3 ചിത്രങ്ങൾ. ഈ 3 ചിത്രങ്ങളാണ്. ഈ 3 ചിത്രങ്ങൾ വെച്ചിട്ടാണോ നിങ്ങൾ ലാലേട്ടൻ മികച്ച നടനാണെന്ന് പറയുന്നത്? മികച്ച നടനായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം ഈ 3 ചിത്രങ്ങളിൽ പോലും അഭിനയ പ്രാധാന്യമുള്ള റോള് ഏത് സിനിമയിലാണ് ഉള്ളത്? ഒപ്പം എന്ന് പറയുന്ന സിനിമയിൽ ലാസ്റ്റ് കണ്ടതാണ് ചെറിയ ഒരു അഭിനയ പ്രാധാന്യമുള്ള ഒരു വേഷം. അതിനുശേഷം മോഹൻലാലിൻ്റെ ഒരു വേഷത്തിനും അത്രയും ഒരു അഭിനയ പ്രാധാന്യമുള്ള ഒരു വേഷവും കണ്ടിട്ടില്ല. ഈ വിജയിച്ച സിനിമകളാണെങ്കിൽ പോലും നേരിനകത്ത് എന്താണ് അതിനകത്ത് അഭിനയ പ്രാധാന്യമുള്ള വേഷം? ഒരു അഭിനയ പ്രാധാന്യമുള്ള വേഷവും ഇല്ല. പിന്നെ ഏതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? ഞാൻ പറഞ്ഞ വിജയിച്ച സിനിമയിൽ മുന്തിരിവള്ളികൾ തകർക്കുമ്പോൾ എന്ത് അഭിനയമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ പടം എങ്ങനെ വിജയിച്ചെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ആ പടത്തിനകത്ത് വിജയിക്കാനുള്ള എന്ത് ഫാക്ടറാണ് ഉള്ളത് പോലും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ലൂസിഫർ, അതിലെന്തിനാണ് അഭിനയിക്കാനുള്ളത്? ഈ ഒരു കാര്യം പറയുന്നത്, ഈ 3 സിനിമകൾ എടുത്തോ. ഏത്? ലൂസിഫർ, പിന്നെ പറഞ്ഞ മുന്തിരിവള്ളികൾ തകർക്കുമ്പോൾ, പിന്നെ പറഞ്ഞത് ഏതൊരു സിനിമ. ആ 3 സിനിമ ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഏത് സിനിമയാണ് മോഹൻലാൽ അഭിനയ പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞ് ഈ 3 സിനിമകൾ ഒഴിച്ച് നിർത്തുന്ന ഈ 3 ഭയങ്കര അഭിനയ പ്രാധാന്യമുള്ള വേഷമുള്ള സിനിമ അല്ല. എന്നിട്ട് അവർ പറയുന്ന മോഹൻലാൽ ഫാൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ലാലേട്ടനാണ് മറ്റേ മലയാളത്തിൽ മികച്ച നടൻ ആയിരുന്നു എന്ന് പറയണേ. എങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം. ഇപ്പം മികച്ച നടൻ അല്ല ആണെങ്കിൽ തെളിയിക്കണം. ഇപ്പം ബെറോസിന് ട്രെയിലർ കൊണ്ട് എനിക്ക് ചിരിയാണെന്ന് സത്യം പറഞ്ഞാൽ. എന്തിനാണ് ഇപ്പോഴും മോഹൻലാൽ ഫാൻസ് ബെറോസ് ഭയങ്കര മറ്റേ സാധനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്? എനിക്ക് ബെറോസ് കണ്ടിട്ട് മറ്റേ കൊച്ചു പിള്ളേർ മറ്റേ കോമഡി കാണിക്കണമെന്ന് എനിക്ക് തോന്നിയത്. അതുപോലുള്ള സിനിമയാണ് ബെറോസ്. ഇങ്ങനെയുള്ള സിനിമകളാണോ മോഹൻലാൽ ചെയ്യേണ്ടത്? ഇതിനെയാണോ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്? മോഹൻലാൽ നടന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മോഹൻലാലിനെ വിമർശിച്ചേ പറ്റുള്ളൂ. ഒരാളിനെ വിമർശിച്ചാൽ മാത്രമേ അയാൾ നന്നാവുള്ളൂ. അപ്പോൾ അയാൾ നമുക്ക് ഇനിയും മലയാള സിനിമയിൽ മോഹൻലാലിനെ പോലെ നടനെ വേണമെങ്കിൽ നമ്മൾ മോഹൻലാലിനെ വിമർശിക്കണം. അല്ലാതെ ചിത്രം ചെയ്തില്ലേ, താളോട്ടം ചെയ്തില്ലേ, മറ്റേത് ചെയ്തില്ലേ, മറിച്ചത് ചെയ്തില്ലേ എന്ന് പറഞ്ഞ് മോഹൻലാലിനെ പൊഴുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ മോഹൻലാൽ വീണ്ടും ഇതുപോലുള്ള ചിത്രങ്ങൾ തന്നെ തലവയ്ക്കും. അപ്പം നമ്മൾ അതിനെ എതിർക്കണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ചിത്രങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അല്ലാതെ ഞാൻ മോഹൻലാൽ ഫാൻസാണ്, എനിക്ക് പണ്ടത്തെ ചിത്രം മതി, എനിക്ക് പണ്ടത്തെ താളവട്ടം മതി, എനിക്ക് പണ്ടത്തെ അത് മതി. ഒന്ന് ഷേവ് ചെയ്തിട്ടൊരു സിനിമയിൽ അഭിനയിച്ച് എന്താണ് ഈ എലോഡ് എന്നൊക്കെ പറഞ്ഞ സിനിമയും പിന്നെ 12th മാൻ എന്ന് പറഞ്ഞ സിനിമയിൽ പോലീസുകാരനാണ്. അതിന് ഈ കഥ അതിനോട്ട് താടി വയ്ക്കാൻ വേണ്ടിയുള്ള ഇതിനു വേണ്ടി കഥ മാറ്റിക്കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ഇതുപോലെ സസ്പെൻഷനായ പോലീസുകാരെ. എന്തൊക്കെ അവസ്ഥയാണെന്ന് ആലോചിക്കുന്നത്. താടിയൊന്നും പഠിക്കാൻ വയ്യ. ചില എന്തെങ്കിലും ബോട്ടക്സ് ഇഞ്ചക്ഷൻ ഇവർ പറയുന്നവരൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. എങ്കിൽ പറയണം, വെളിയിൽ പറയണം. എനിക്കത് പറ്റൂല, എനിക്ക് ഇനി അങ്ങനത്തെ വേഷങ്ങൾ ചെയ്യാൻ പറ്റൂല. അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. മോഹൻലാൽ ഫാൻസിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മമ്മൂട്ടി ഇഷ്ടം. പക്ഷേ പണ്ട് ഞാൻ നോക്കുകയാണെങ്കിൽ പണ്ടത്തെ സിനിമകൾ നോക്കുമ്പോഴത്തേക്കും മമ്മൂട്ടി സിനിമകളെക്കാളും മോഹൻലാൽ സിനിമകളിലാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം മമ്മൂട്ടി സിനിമകളാണ്. മമ്മൂട്ടി വേറെ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ 5-6 പൊട്ടിയ പടങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരെണ്ണം നല്ലത് കാണും. അത് മതി. അപ്പോൾ ഞാൻ മോഹൻലാലിനെ മാത്രമല്ല മോഹൻലാൽ ഫാൻസിനെ വരെ അടച്ചാവിക്ഷേപിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്യുന്നത് നിർത്തുക, മോഹൻലാലിനെ വിമർശിക്കുക. മോഹൻലാലിൻ്റെ പടം കൊള്ളൂല. ഇനി മോഹൻലാൽ 10 വർഷം വരെ ഇതുപോലുള്ള സിനിമകളോട് എടുത്തുകൊണ്ട് വരുന്നത് കേട്ട് തന്നെ തള്ളുക. എങ്കിലേ ഇതുപോലുള്ള സിനിമകൾ മാറ്റി മോഹൻലാൽ വേറെ സിനിമകൾ ചെയ്യുള്ളൂ.